നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നാലും അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ല ഇ.പി. ജയരാജൻ. സമ്മതിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ല എന്നിരിക്കെ തന്നെ വോട്ടെടുപ്പ് ദിവസം ബി.ജെ.പി. പൊട്ടിച്ച ബോംബ് സത്യമായിരുന്നുവെന്ന് ഇ.പി. സമ്മതിച്ചപ്പോൾ പലരും അങ്ങ് ഞെട്ടി. ജാവദേക്കറെ കണ്ടത് വളരെ സ്വാഭാവിക നടപടി മാത്രമാണെന്ന ഇ.പി. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എങ്കിലും അതിനു പിന്നിൽ CPM-ന് ഇട്ടൊരു പണി കൂടി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കുമ്പോഴാണ് ജയരാജൻ കളങ്കിത വ്യക്തിത്വമുള്ളയാളാണെന്നും കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്. വിവാദ ലോട്ടറി മുതലാളി സാന്റിയാഗോ മാർട്ടിനുമായുള്ള ബന്ധം ഉപയോഗിച്ച് ദേശാഭിമാനിക്ക് പരസ്യം തരപ്പെടുത്തിയെന്നും അവസാനം പാർട്ടി തന്നെ തിരിഞ്ഞുകൊടുത്തിയപ്പോൾ വാങ്ങിയ പണം മടക്കി കൊടുക്കേണ്ടി വന്നു എന്നും പാലക്കാട് നടന്ന പാർട്ടി പ്ലീനത്തിൽ മറ്റൊരു കളങ്കിത വ്യക്തിത്വമായി ചാക്ക് രാധാകൃഷ്ണന്റെ കമ്പനിയിൽ നിന്ന് പരസ്യം വാങ്ങിയതും ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ പഴയ ഓഫീസ് കെട്ടിടം ചാക്ക് രാധാകൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള സൂര്യ ഗ്രൂപ്പിന് കൈമാറിയതും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അടുത്ത കാലത്തായി ദല്ലാൽ നന്ദകുമാറുമായും അടുപ്പം സ്ഥാപിച്ചു. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നടത്തിയ യാത്രയിൽ പങ്കെടുക്കാതെ നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ പോയി. ഇതിന്റെ പടം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ദല്ലാളുമായി അടുത്തത് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്നുവെന്ന് ആക്ഷേപവുമുണ്ട്. ദല്ലാൽ നന്ദകുമാറും ജാവദേക്കറും തമ്മിൽ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇ.പി. ജയരാജനെ കോർണർ ചെയ്യുന്ന സാഹചര്യങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ട്. താനും ഭക്തജനങ്ങളും മതി എന്ന പിണറായി തീരുമാനിച്ചതോടുകൂടി ഇ.പി. അടക്കമുള്ള പല നേതാക്കളും തഴയപ്പെടുകയുണ്ടായി. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഇ.പി.യെ ബന്ധുനിയമനത്തിന്റെ പേരിൽ പുറത്താക്കി. അതേ ക്യാബിനറ്റിലുണ്ടായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ അതിലും ഗൗരവമായ കേസ് ഉണ്ടായിട്ടും പരമാവധി സംരക്ഷിച്ചു. കോടതി ഇടപെട്ടതോടുകൂടി ഗത്യന്തരമില്ലാതെയാണ് ചാണ്ടിച്ചായൻ രാജിവെച്ചത്. അതായത് ചാണ്ടിയോടുള്ള കരുതൽ പോലും ഇ.പി.യോട് പിണറായി കാട്ടിയില്ല എന്ന് അർത്ഥം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല. എന്തിനാണ് തന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ചിറ്റപ്പന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പാർട്ടിയോട് ഇടഞ്ഞും അങ്ങനെ മനസ്സോടുകൂടി പിണറായി ചിറ്റപ്പനെ കൺവീനറാക്കി. ആ കസേര തനിക്ക് ചേരില്ല എന്ന് തുടക്കത്തിലെ ചിറ്റപ്പൻ തെളിയിച്ചു. ജീവിതം മുഴുവനും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചയാളാണ് ഇ.പി. ജയരാജൻ. വർഗശത്രുക്കൾ നിറയൊഴിച്ച ഉണ്ടയുടെ പകുതി ഇപ്പോഴും കഴുത്തിലിരിപ്പുണ്ട്. അതുമായാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ പോരാട്ട ചരിത്രമുള്ള നേതാവാണ് ഇ.പി. അദ്ദേഹത്തെക്കാൾ ജൂനിയറായ M.V. ഗോവിന്ദന് സ്ഥാനമാനങ്ങളെല്ലാം നൽകുമ്പോൾ ചിറ്റപ്പൻ കലിപ്പിലായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പാർലമെന്ററി രംഗത്തൊന്നും വലിയ വ്യാമോഹമില്ലാത്തയാളാണ് ഇ.പി. പാർട്ടി പദവികളിൽ നിന്ന് അകറ്റുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വിഷമം സ്വാഭാവികം. എന്നാൽ തന്നെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന തോന്നലുണ്ടായതോടുകൂടിയാണ് BJP-യിലേക്ക് ചേക്കേറാൻ ഒരുങ്ങിയത് എന്നാണ് LDF-ലെ അന്തഃപുര സംസാരം. കോൺഗ്രസിനെയും UDF-നെയും തരിപ്പണമാക്കിയ ശേഷം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എടുക്കുകയും ലോകമില്ലടത്തോളം കാലം തങ്ങൾ കേരളം ഭരിക്കാം, BJP പ്രതിപക്ഷത്തിലിരിക്കുകയും ചെയ്യും. അതാണ് CPM-ന്റെ സ്വപ്നം. കോൺഗ്രസ് തകർന്നാൽ ന്യൂനപക്ഷങ്ങൾ ഇടതിനൊപ്പം നിൽക്കും. ഈ ഘടകകക്ഷികളിൽ പലരോടും CPM നേതാക്കൾ പങ്കുവച്ചതായാണ് സൂചന. അങ്ങനെയൊരു നാളെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ BJP-ക്കൊപ്പം പോകുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുമെന്ന് ഇ.പി. കരുതുന്നുണ്ടാകും. കേന്ദ്രത്തിൽ BJP ഭരിക്കുക കൂടി ചെയ്താൽ എല്ലാം കൊണ്ടും മാസാകും. പിന്നെ CPM-ന് ഇ.പി.യെ തൊടാനാകില്ല. മാത്രമല്ല പല നേതാക്കളുടെയും ഭൂതകാലം ഇ.പി. കാണാപ്പാടമാണല്ലോ. പക്ഷേ കണക്കുകൂട്ടലുകൾ എവിടെയോ പിഴച്ചു. അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.